ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അളവോടുകൂടി എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു സാരിയിൽ നിന്ന് മുറിച്ചിട്ടുള്ളൊരു പീസാണ്. ലൈനിങ് വെക്കാതെയാണ് അടിക്കുന്നത്. കാരണം നല്ല കട്ടിയുള്ളൊരു പീസാണ്. അപ്പോൾ ലൈനിങ് വെക്കണില്ല. കുറച്ച് തുണിയുള്ളൂ, 1 മീറ്ററൊന്നും ഇല്ല. അപ്പോൾ 32 ഇഞ്ച് വണ്ണവും 15 ഇഞ്ച് ഇറക്കമുള്ളൊരു ബ്ലൗസാണ്. അപ്പോൾ അതിന് ആദ്യം നോക്കിയപ്പോൾ തുണി തികയില്ല. അപ്പോൾ കൈ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നമുക്ക് എങ്ങനെയും ഇതിന്നൊരു കൈ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൈ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് ഇതിനൊപ്പം വെച്ചിട്ട് നമുക്ക് എത്രയാണോ കയ്യിന് അളവ് വെച്ചാൽ കറക്റ്റ്, ഒരുപാട് തുണിക്കൊന്നും തുണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കൈയിൻ്റെ വണ്ണം എത്ര ഉണ്ട് കിട്ടുന്നത്, 8 ഇഞ്ചാണ് വരുന്നത്. നമ്മളൊരു ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് എടുക്കണം. നമ്മളിങ്ങനെ 2 മടക്കാക്കി ഇടുക. എന്നിട്ടിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒപ്പിടുകയും വേണം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് കൈ കട്ട് ചെയ്തെടുക്കുക. 9 ഇഞ്ച് വേണം. 9 ഇഞ്ച്. കൈയിറക്കം ഇത് ഇത്ര ഇറക്കം വേണ്ട എന്നാണ് പറയുന്നത്. 5.5 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5.5 ഇഞ്ചിൻ്റെ ഇത്രേ വേണ്ടു. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ഈ 5.5 കൂടെ തുന്നൽ തുമ്പിന് ഒരു 1/4 ഇഞ്ച് കൂട്ടിയെടുക്കണം. പുതുക്കട വരും. ഇതിൻ്റെ പകുതി ഇവിടെ ഇങ്ങനെയാണ് ഞാൻ തയ്ക്കാറ്. ഇതിൻ്റെ പകുതി ഇവിടെ വരും. ഇതൊന്നും ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ കൈ ലൂസ് എത്രയാണ് നോക്കുക. ഒരു 5.5 തന്നെ വരുന്നത്. തുന്നൽ തുമ്പ് ഒരു 1.5 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ 1.25 ഇഞ്ച് കൂട്ടിയെടുക്കും. അപ്പോൾ 8 ഇഞ്ചാണ് ഒരു സൈഡിലെ അളവ്. അപ്പോൾ 1.5 ഇഞ്ചോളം എടുക്കുക. 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ബാക്കിലെ പീസാണ് കട്ട് ചെയ്യുന്നത്. 1.5 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം. 9.5 ഇഞ്ച്. 9.5 ഇഞ്ച്. ഇവിടെ അടിഭാഗത്തും കറക്റ്റ് അല്ലേ നോക്കും. 9.5 ഇഞ്ച്. ഈ തുണിയൊന്നൊപ്പം ലെവലാവാൻ വേണ്ടിയിട്ടൊന്ന് ഒപ്പം കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നര ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 9.5 ഇഞ്ച്. ഈ തുടക്കക്കാർക്കാവുമ്പോൾ തുന്നൽ തുമ്പൊക്കെ കുറച്ച് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുകൊണ്ടാണ് 1.5 ഇഞ്ച്. ഞാൻ 1.25 എടുക്കാറുള്ളൂ. ഇത് 9.5 എടുത്തിട്ടുണ്ട്. 9.5. ഇനി ഇതിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം വരുന്ന 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ഇറക്കം കുറഞ്ഞ കഴുത്താണ്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത്
5.5 ഇഞ്ചാണ്, 5.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഷോൾഡറാണ് നമ്മൾ ആദ്യം എത്ര ഇറക്കം എന്ന് വെച്ചത് അടയാളപ്പെടുത്തുക കേട്ടോ. ഇറക്കം വരുന്ന 15.5 അപ്പോൾ 15.5 കൂടെ ഒരു 1.25 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഒരു 16.25 വരും. കൂട്ടിയെടുക്കുന്നത് നമ്മൾ തുമ്പിന് വേണ്ടിയിട്ടാണ്, തുന്നൽ തുമ്പിന് വേണ്ടിയിട്ട്. അതുപോലെ അടിയിൽ ഇത് ബാക്ക് പീസാണ്, അടിയിൽ നമുക്ക് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാൻ വേണം. അത് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ഇവിടെയും പോകും, ഇവിടെ ഒരു 1/4 ഇഞ്ചും പോകും. അപ്പം അങ്ങനെ 1.25 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറാണ്. ഷോൾഡർ 5.5 ഇഞ്ചാണ്, 5.5 ഈ ഷോൾഡർ തന്നെയാണ് നമുക്ക് ഈ കൈ ഇറക്കവും വരുന്നത്, കൈക്കുഴി. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഷോൾഡർ തന്നെയാണ് ഈ അളവും. ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടുന്ന് എടുക്കുന്ന ഷോൾഡറാണ് ഈ ഇറക്കവും. ഇതും ഒരേ അളവാണ്. ഈ ഷോൾഡറും ഈ കൈയിറക്കും ഒരേ അളവാണ്. പിന്നെ ഇവിടുന്ന് ഒരു ഇഞ്ച് നമ്മൾ 1 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പകുതി, ഇപ്പോൾ 5.5 ആണല്ലോ, ഈ 5.5യുടെ പകുതി പകുതിയിൽ ഒരു കുത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ വണ്ണം 8 ഇഞ്ചാന്നല്ലേ പറഞ്ഞത്. ഇവിടെ തുന്നൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് പോകും. നമുക്ക് ഇവിടുന്നുള്ള വണ്ണം ഇവിടെ നമ്മൾ ഇത് ബാക്ക് പീസാണല്ലോ, ഇവിടെ പോവില്ല. ഫ്രണ്ട് പീസാകുമ്പോൾ നമുക്കിവിടെ ഹുക്കിനൊക്കെ ഉള്ളത് പോകും. ഈ 8 ഇഞ്ചിൽ നമ്മളെ ഇതെത്തണം. ഇവിടെ വരും. ഈ വരുന്ന ഈ അളവ് തന്നെയാണ് ഇവിടുന്ന് വരുന്ന ഈ വണ്ണം, 8 ഇഞ്ച്. പിന്നെ ഇനി കഴുത്ത് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇതിന് 2.5 ഇഞ്ചാണ് ഇവിടെ അകലം കൊടുക്കുന്നത്. ഇവിടേക്ക് അടിയിക്ക് 5.5 ഇഞ്ച്, ഇവിടെ അടിയിലേക്ക് നമുക്കൊരു 3 ഇഞ്ചൊക്കെ കൊടുക്കാം. 3 ഇഞ്ച് വൈഡിന് വേണ്ടിയിട്ടാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എല്ലാം എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടേക്കൊരു 1/4 ഇഞ്ച് ഇങ്ങനെ ചെരിവ് കൊടുത്ത് കട്ട് ചെയ്യണം. നമ്മൾ ചില ബ്ലൗസിന് ഇവിടെ അങ്ങനെ ബാക്കിൽ ഇപ്പോൾ ടക്ക് കാണാറില്ലേ. അങ്ങനെ ടക്ക് കാണാതെ നമുക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അളവ് ബ്ലൗസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരു ആളുടെ അളവിൽ നിന്നാണ് എടുക്കുന്നത്, അളവ് ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നത്, ശരീരത്തിൽ നിന്നല്ല. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ. എന്നിട്ട് എത്രയാണോ അളവ് വെച്ചാൽ ഇപ്പോൾ സ്റ്റിച്ച് ഇവിടെയാണ് വരേണ്ടത്, ഇത് ഇവിടെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാതെ അങ്ങനെ ചെരിച്ചൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസ്. ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഇവിടുന്ന് കട്ട് ചെയ്ത ഭാഗം ഇങ്ങോട്ട് മാറ്റിയിടുക. ഈ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ മാറ്റിയിട്ടാലേ ഉള്ളൂ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനുള്ള തുണി കിട്ടുള്ളൂ. അപ്പോൾ 15 ഇഞ്ചല്ലേ ഇറക്കം, 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 17 ഇഞ്ച് എടുക്കണം. 2 ഇഞ്ചാണ് നമ്മൾ കൂട്ടിയെടുക്കുക. 17 ഇഞ്ച്.
നമ്മൾ ഇത് ഒന്ന് വെച്ച് കൊടുത്താൽ ഇതൊക്കെ ശരിക്കും കിട്ടും, കൈക്കുഴിയൊക്കെ. നമ്മൾ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഇതുവരെയുള്ള ഷോൾഡർ ഇതേ അളവാണ് ഇവിടുന്ന് ഇതുവരെ ഉള്ളത്. അതായത് ഈ അളവും 5.5, ഈ അളവും ഒരേ അളവാണ് 5.5. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഇനി ഇങ്ങോട്ടുള്ള വണ്ണം 8 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 8 ഇഞ്ചും അതുപോലെ നമ്മൾ ഈ കയ്യിൻ്റെ ഈ വണ്ണം ഉണ്ടല്ലോ, ഇതും 8 ഇഞ്ചാട്ടോ. ഇവിടെ കുഴിച്ച് വെട്ടാണ്ട്, കുഴിച്ച് വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. ഇവിടെ ഫ്രണ്ട് പീസ് കുറച്ച് കുഴിച്ച് വെട്ടാനുണ്ട്. 8 ഇഞ്ച് ഒരേ അളവാണ്. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചാണ്. ഇവിടെയും കുറച്ചിങ്ങനെ അടിയിലേക്ക് ഒരു 3 ഇഞ്ച് എടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇതിലേക്ക് വരച്ചു കൊടുത്താലും മതി. ഒന്നിങ്ങനെ നമ്മൾ അടയാളപ്പെടുത്താൻ പോണ ഇവിടെ പട്ടയാണ് കേട്ടോ. ഇതിൻ്റെ പട്ട ഒരു 4 ഇഞ്ച്, ഇവിടെ ഒരു 3.5 ഇഞ്ച്. നമ്മൾ ടക്കാണ് ഈ തന്നിട്ടുള്ള ബ്ലൗസും തന്നെ ടക്ക് ഇടുകയൊക്കെ ഇത്രയും നല്ലത്. നമ്മളിവിടുന്ന് ഫസ്റ്റ് ടക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങാണ്. എന്ത് ഒരു 3 ഇഞ്ച് ഫസ്റ്റ് ടക്ക്, ഒരു 1.25 ഇഞ്ച് ഇവിടുന്നും ഫസ്റ്റ് ടക്ക്. പിന്നെ ഇവിടെ ഞാൻ കൊടുക്കാറ് ഇതിൻ്റെ സെൻറ്ററിലാട്ടോ. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് ഇവിടുന്ന് ഇവിടെ ഒരു ടക്ക്. ഇഞ്ച് വിട്ടിട്ട് ഈ കൈക്കുഴിയിലേക്ക് ഒരു ടക്ക്. നമുക്കിത് കട്ട് ചെയ്യാം. ഒരു 1/4 ഇഞ്ച് ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഈ ഹുക്കും കുളത്തിനൊക്കെ ഇവിടെ കുറച്ച് തുന്നൽ തുമ്പ് ഇങ്ങനെ വിടണം. കറക്റ്റ് 8 ഇഞ്ച് ഇവിടെ വരും. ഇനി ഇത് കൂടെയാണ് സ്റ്റിച്ച് വരിക. ഇനി ഇതേപോലുള്ള പട്ട
ഇതേപോലെ ഒരെണ്ണം കൂടെ വേണം. പിന്നെ നമുക്ക് ക്രോസ് പീസ് 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് നമുക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവുമായിരിക്കും. 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ഒരു സൈഡിൽ നിന്ന് ക്രോസ് പീസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപകാരപ്രദമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.